ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് സുഖവും ദുഃഖവും ഉണ്ടാകുന്നത്? സംശയം വേണ്ട, ഇത് രണ്ടും നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നവയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, പ്രതീക്ഷകൾ ഇവയെ ഒന്ന് നിയന്ത്രിച്ചു നോക്കൂ. മാറ്റം നിങ്ങളെ അതിശയിപ്പിക്കും. സന്ധ്യാനാമങ്ങൾ പ്രാർത്ഥനകൾ മാത്രമല്ല, ചിലപ്പോൾ സന്ദേശങ്ങൾ കൂടിയാകാറുണ്ട്. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. പ്രണതോസ്മി ഗുരുവായൂർപുരേശം പ്രണതോസ്മി ഗുരുവായൂർപുരേശം പ്രതിദിനമനുചേതസ്മരഹരിപാദം പ്രേമാശ്രുവാൽ പരിപൂർണമീ സ്വരഭാജനം കരുണാനിധേ സത്യം വ്രതപരിതത്വം മമ ഹൃദയഭക്തി സ്വരലുളിതം പ്രണതോസ്മി ഗുരുവായൂരേശം പ്രതിദിനമനുചേതസ്മരഹരിപാദം. വചനങ്ങൾ തവ നാമ ഭജനാർപ്പണം ഗോപാംഗരാഗാർദ്ര പരിപൂജനം ചലനങ്ങൾ രസരാസലീലാലയം മമ സർവസ്വമാത്മാർപ്പണം കൃഷ്ണം മായാവാലം ഈ വിലോലം ക്ഷീണസാനമാമി ഗരിസരിനി സഗരിനി സനിധ മാമഗമനിധമ ഗമപ മഗരി സഗമനീനി മഗമനീനി സഗരി ഗമനീനി നിസനിധമപ സഗരി ഗമനിനി സഗരി സഗരി സനിധ മനിസ നിധ മഗ മഗരി സഗരി ഗമനി മാനിധ മഗരി മനി മനി നിസരി സത്യം വ്രതപരിതത്വം മമ ഹൃദയ ഭക്തി സ്വരലുളിതം പ്രണതോസ്മി ഗുരുവായൂരേശം പ്രതിദിനമനുചേതസ്മരഹരിപാദം. മഹാഭാരതം ആദിപർവത്തിൽ വിവരിക്കുന്ന ഒരു സംഭവമാണ് ഗാണ്ഡവദഹനം. അഗ്നിദേവന്റെ അഭ്യർത്ഥന പ്രകാരം കൃഷ്ണനും അർജുനനുമാണ് ഇതിനെ സഹായിക്കുന്നത്. ഗാണ്ഡവദഹന കഥയാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഈ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് ഇതിനെയൊക്കെ ഉപയോഗിക്കേണ്ട അവസ്ഥയും മനുഷ്യന് വരും. പക്ഷേ അത് നമ്മളുടെ മാത്രം ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ മുകളിലല്ലാതെ മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണത് എന്നുള്ള ഭാവത്തിൽ വേണം പ്രകൃതിയെ എപ്പോഴും ഉപയോഗിക്കാൻ എന്നാണ് മഹത്തുക്കൾ പറയാറുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ പറഞ്ഞു കേൾക്കാറുണ്ട്. ആ കഥയാണ് ഇന്നേ ദിവസം നമ്മൾ വിസ്തരിക്കുന്നത്. ഗാണ്ഡവ വനത്തിനെ ദഹിപ്പിച്ച കഥയാണിത്. ഈ കഥ നടക്കുന്നത് ദ്വാപര യുഗത്തിലാണ്. ഒരിക്കൽ ഭഗവാൻ കൃഷ്ണനും അർജുനനും ഇങ്ങനൊരു നദീതീരത്തിരുന്ന് അവരുടെ സല്ലാപങ്ങളിലൊക്കെ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ വന്ന് അവരെ നമസ്കരിച്ചു. അപ്പോൾ ബ്രാഹ്മണനെ കണ്ടപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വലിയ ആദരവായി. രണ്ടുപേരും ചാടി എണീറ്റ് ബ്രാഹ്മണനെ നമസ്കരിച്ചു. അർജുനനും ഭഗവാനും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് ഞങ്ങളെ തേടി വന്നത് എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറ്റാനായിരിക്കുമല്ലോ. എന്ത് തന്നെ ആയാലും അങ്ങയുടെ ആവശ്യം ഞാൻ നിറവേറ്റാം. എന്താണ് അങ്ങേക്ക് വേണ്ടത് എന്ന് ചോദിച്ചു.
ഈ ബ്രാഹ്മണൻ കൈകൂപ്പിക്കൊണ്ട് അവരോട് പറഞ്ഞു, അല്ലയോ കൃഷ്ണാർജുനന്മാരെ, നിങ്ങൾക്ക് തരാൻ സാധിക്കുന്ന ഒരു വസ്തു മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് തോന്നി ഇത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യത്തിനാണോ ഈ ബ്രാഹ്മണൻ വന്നിട്ടുള്ളത്? ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ഭക്ഷണമൊക്കെ ബാക്കി ഇരിപ്പുണ്ട് താനും. അപ്പം അങ്ങേക്ക് വേണ്ട ഭക്ഷണം എന്ത് തന്നെ ആയാലും അത് ഞങ്ങൾ അങ്ങേക്ക് തരും എന്ന് സത്യം ചെയ്തു കൊടുത്തു അർജുനൻ. ഈ സത്യം അങ്ങോട്ട് കെട്ടിയ ഉടനെ ഈ ബ്രാഹ്മണൻ വേഷം അങ്ങോട്ട് മാറി അഗ്നിദേവന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അഗ്നിദേവനെ കണ്ടപ്പോൾ കൃഷ്ണാർജുനന്മാർക്ക് കൂടുതൽ കൗതുകമായി. ഇദ്ദേഹം എന്തിനാണ് ഈ വേഷമൊക്കെ മാറി വന്ന് ഇങ്ങനൊരാവശ്യം ചോദിച്ചത്? അപ്പോൾ വളരെ സൗമ്യനായിട്ട് അഗ്നിദേവൻ കൃഷ്ണാർജുനന്മാരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തു തന്ന സത്യത്തിന് നിങ്ങൾക്ക് വിലയുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം നിങ്ങൾ തരണം. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ദാ അവിടെ കാണുന്ന ആ ഗാണ്ഡവ വനം എന്ന് പറയുന്ന വനാണ്. അപ്പൊ കൃഷ്ണാർജുനൻ നോക്കിയപ്പോൾ നല്ലൊരു കാട് അവിടെ അങ്ങനെ കാണുന്നുണ്ട്. ഇതിലിപ്പോൾ മാത്രം വിശേഷപ്പെട്ടത് എന്താ ഉള്ളത്? അപ്പോഴാണ് അഗ്നിദേവൻ തനിക്ക് വന്നിട്ടുള്ള ഒരു അസുഖത്തെക്കുറിച്ച് ഇവരോട് പറയണത്. ശ്വേതകി എന്ന് പറയുന്ന ഒരു മഹർഷി 12 കൊല്ലം അടുപ്പിച്ചിട്ട് യാഗം നടത്തിയപ്പോൾ ഒരുപാട് നെയ്യ് ഹവിസായിട്ട് ഹോമിച്ചു. അങ്ങനെ ഈ നെയ്യ് കഴിച്ച് അഗ്നിദേവന് അജീർണം പോലത്തെ ഒരു അസുഖം വന്നു എന്നാണ് ആ കഥയിൽ പറയണത്. അദ്ദേഹം അവശനായി. ഇനിയിപ്പോൾ അത് മാറണം എന്നുണ്ടെങ്കിൽ ഈ കാട് മൊത്തം ഒന്ന് ചുട്ടരിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള മൃഗങ്ങൾ, ഈ കാണുന്ന ചെടികൾ, ഇതിൽ ഔഷധങ്ങളുണ്ട്, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം വീണ്ടും പഴയതുപോലെ നല്ല ചൈതന്യവത്തായിട്ടുള്ള ഒന്നായിട്ട് മാറും. അപ്പം അങ്ങേക്ക് ഇത് അങ്ങോട്ട് പോയിട്ട് ദഹിപ്പിച്ചാൽ പോയതെന്ന് ചോദിച്ചു അർജുനൻ. അങ്ങ് അഗ്നിദേവനല്ലേ, അങ്ങേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇതിനെ കത്തിക്കാലോ, ഞങ്ങളുടെ സഹായം എന്തിനാണ് എന്നാണ് ചോദിച്ചത്. ആ സമയത്താണ് ഇവിടെ ഇന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ അഗ്നിദേവൻ അവരോട് പറയണത്. ഈ കാട്ടിനകത്ത് തക്ഷകൻ എന്ന് പറയുന്ന ഒരു സർപ്പം താമസിക്കുന്നുണ്ട്. അവൻ്റെ കുടുംബവും അവിടെ ഉണ്ട്. അവൻ ഇന്ദ്രന് വളരെ വേണ്ടപ്പെട്ടവനാണ്. അപ്പോൾ അവന് ഞാൻ കയറിയിട്ട് ഈ പറയുന്നത് പോലെ തീ കത്തിച്ച് ചാമ്പലാക്കുന്നുള്ള ഭയം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോൾ ഈ ഗാണ്ഡവനം ദഹിപ്പിക്കാൻ പോയാലും ഇന്ദ്രൻ മഴ പെയ്യിച്ചിട്ട് എന്നെ അതിൽ നിന്ന് പരാജയപ്പെടുത്തും. അപ്പോൾ ഇന്ദ്രനെ തടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം, അതിനെന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അർജുനനും ഭഗവാനും പറഞ്ഞു, ഇപ്പോൾ വാക്ക് തന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഇതൊന്നും മാറാൻ പറ്റില്ലല്ലോ, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, അതുകൊണ്ട് എന്തെങ്കിലും ആയുധമൊക്കെ തരികയാണെങ്കിൽ ഞങ്ങൾ ശ്രമിക്കാം എന്ന് പറഞ്ഞപ്പോൾ അഗ്നിദേവൻ വരുണനെ സങ്കല്പിക്കുകയും വരുണനാണത്രേ ഗാന്ധീവം എന്ന് പറയുന്ന വില്ലും ഈ ഹനുമാൻ സ്വാമിയുടെ കൊടിയടയാളത്തോട് കൂടിയിട്ടുള്ള ഒരു രഥവും ഒപ്പം തന്നെ അമ്പൊടുങ്ങാത്ത ആവനാഴിയും അർജുനന് സമ്മാനിച്ചത്. അത് വെച്ച് അർജുനൻ ഈ ഇന്ദ്രൻ പെയ്യിക്കുന്ന മഴയും എല്ലാത്തിനെയും തടഞ്ഞു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ്റെ ആ ഒരു ആയുധാഭ്യാസം കൊണ്ട് ഇന്ദ്രന് അഗ്നിയെ തടുക്കാൻ സാധിച്ചില്ല. അഗ്നി ഈ പറയുന്ന ഗാണ്ഡവനത്തെ അങ്ങോട്ട് ദഹിപ്പിക്കാൻ തുടങ്ങി. അതിൽ ചില ആൾക്കാർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇപ്പം മയൻ എന്ന് പറയുന്ന ഒരു അസുരശില്പി ഉണ്ടായിരുന്നു, അയാൾ രക്ഷപ്പെട്ടു. ആ മയനാണ് പിന്നീട് ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരാളായിരുന്നു അശ്വസേന എന്നുണ്ടൊരു നാഗം. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ തക്ഷകന്റെ മകനായിരുന്നു അദ്ദേഹം. അമ്മ എന്ത് മരിക്കണത് നോക്കി നിൽക്കേണ്ടി വന്നു. ഇങ്ങനെ ചില പക്ഷികൾ, ഇങ്ങനെ ചില ആൾക്കാരെ മാത്രം അങ്ങോട്ട് രക്ഷപ്പെടുത്തി ബാക്കിയുള്ളതിനെ മൊത്തം അഗ്നി അങ്ങോട്ട് ഭക്ഷിച്ചു എന്നാണ്. അങ്ങനെയാണ് ഗാണ്ഡവ വനം ദഹിപ്പിക്കുന്ന ഒരു ചടങ്ങ് നടന്നത്. ഇതിലുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഈ രക്ഷപ്പെട്ട തക്ഷകനും തക്ഷകന്റെ മകനായിട്ടുള്ള അശ്വസേനനും അടങ്ങാത്ത പകയുമായിട്ട് അർജുനന് നേരെ തിരിഞ്ഞു എന്നാണ്. അതുകൊണ്ടാണത്രേ തക്ഷകൻ അർജുനന്റെ പൗത്രനായിട്ടുള്ള പരീക്ഷത്തിനെ ദംശിക്കുന്നതും. ഇനി വേറെ അശ്വസേനൻ എന്ന് പറയുന്ന ഈ സർപ്പം കർണന്റെ അസ്ത്രത്തിലിരുന്ന് ഭഗവാൻ കാലുകൊണ്ട് ചവിട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അർജുനന്റെ ജീവനെ പോലും ഈ അശ്വസേനൻ അപഹരിച്ചിരുന്നു എന്നാണ് പറയുക. അപ്പം അത്രയധികം വളരെയധികം പ്രകൃതിയുടെ വിഭവങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിച്ച് എന്നൊരു കഥയായിട്ടാണ് ഗാണ്ഡവനത്തിൻ്റെ ദഹനം പൊതുവിൽ പറയാറുള്ളത്. ആ കഥയെ ഇന്നിവിടെ നമ്മൾ അനുസ്മരിച്ചു. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. പ്രദക്ഷിണം ഒന്നിനെ കേന്ദ്രമാക്കി നടത്തുന്ന യാത്രയാണ്. ക്ഷേത്രത്തിൽ നാം പ്രദക്ഷിണം നടത്തുമ്പോൾ ഒരു വിശ്വാസത്തെ കേന്ദ്രമാക്കി നാം ചലിക്കുകയാണ്. ജീവിതത്തിലെ ഓരോ കാൽവെപ്പും ഒരു വിശ്വാസത്തെ കേന്ദ്രമാക്കിയുള്ളതാകട്ടെ. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ.
കലാകാരന്മാരും വിദ്യാർത്ഥികളും മുടങ്ങാതെ ദർശനം നടത്തുന്ന അനന്തപുരിയിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രമാണ് ചെന്തിട്ട ഭഗവതി ക്ഷേത്രം. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തെക്കുഭാഗത്താണ് ചെന്തിട്ട ദേവീക്ഷേത്രം. സ്റ്റേഷന്റെ കിഴക്കുഭാഗത്തുള്ള ഫ്ലൈ ഓവർ കഴിഞ്ഞ് വലതുവശത്തുള്ള വഴിയിൽ അഗ്രഹാരത്തിന്റെ തുടക്കത്തിൽ നിൽക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിന്റെ തിരുനട കാണാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കഷ്ടിച്ച് 2 കിലോമീറ്റർ ദൂരമേ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലേക്കുള്ളൂ. യുവതിയുടെ ഭാവമാണ് ചെന്തിട്ട ദേവിക്ക്. ചെം എന്ന പദത്തിന് ചുവപ്പ് നിറമെന്നും മനോഹരമായതെന്നും അർത്ഥമുണ്ട്. സുന്ദരിയായ ദേവിയുടെ മനോഹരമായ ഇരിപ്പിടം എന്ന അർത്ഥത്തിലാണ് ചെന്തിട്ട ആയതെന്നാണ് പഴമക്കാർ പറയുന്നത്. എന്നാൽ ചെമ്മൺ തിട്ടയാണ് കാലാന്തരത്തിൽ ചെന്തിട്ടയായി തീർന്നതെന്ന പക്ഷവുമുണ്ട്. വൃത്താകൃതിയിൽ കുടിയിരിപ്പിന് സൗകര്യപ്രദമായ ഉയർന്ന സ്ഥലത്തിനാണ് പൊതുവെ തിട്ട എന്ന് പറയുന്നത്. ദീർഘചതുരാകൃതിയിലുള്ള ശ്രീകോവിൽ പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുഖമണ്ഡപത്തെ ശില്പങ്ങൾ ആകർഷണീയമാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമസ്കാര മണ്ഡപവും. ശ്രീകോവിലിന്റെ ഗോപുരത്തിൽ തമിഴ് സ്വാധീനമുള്ള സംഘകാല നിർമ്മിതികളെ ഓർമ്മപ്പെടുത്തുന്ന ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ആദിഗുരുവായ ദക്ഷിണാമൂർത്തി, ശ്രീമുരുകൻ തുടങ്ങി എല്ലാ ഈശ്വരഭാവങ്ങളും ആവാഹിച്ച ശില്പങ്ങളാണ് ക്ഷേത്രഗോപുരത്തിൽ. കിഴക്കുഭാഗത്ത് നിന്നാണ് ഭക്തർ ശ്രീകോവിലിനുള്ളിലേക്ക് കടക്കുന്നത്. പക്ഷേ ദേവിയുടെ ദർശനം വടക്കോട്ടാണ്. ചതുർബാഹുവായ ഭദ്രകാളി പ്രതിഷ്ഠയാണ് ചെന്തിട്ടയിൽ. ഭദ്രകാളി സങ്കല്പത്തിലാണ് പൂജാതി കർമ്മങ്ങളെല്ലാം. ശ്രീകോവിലിനുള്ളിൽ തിടമ്പള്ളിയോട് ചേർന്നാണ് ഗണപതി പ്രതിഷ്ഠ. മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത പ്രത്യേകതയാണിത്. പ്രധാന ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് കരിങ്കല്ലിൽ ശില്പാലങ്കൃതമായ മറ്റൊരു ശ്രീകോവിലുണ്ട്. കിഴക്ക് ദർശനമായി ശിവലിംഗമാണ് ഇവിടത്തെ പ്രതിഷ്ഠ. വടക്കോട്ട് ദർശനമുള്ള ദേവീക്ഷേത്രത്തിൽ മഹേശ്വരന്റെ ദർശനം കിഴക്കോട്ടായിരിക്കുമെന്ന ചിട്ട ചെന്തിട്ടയിലും പാലിച്ചു പോരുന്നു. ഇവിടെ ഗണപതിക്ക് 2 പ്രതിഷ്ഠകളുണ്ടെന്ന പ്രത്യേകതയുമുണ്ട്. വിഘ്നങ്ങളെല്ലാം അകറ്റി ഭക്തരെ സർവ്വ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്ന മഹാഗണപതിയുടെ സ്ഥാനം വടക്കുമാറിയാണ്. നാലമ്പലത്തിനുള്ളിൽ തെക്കുഭാഗത്ത് മറ്റൊരു ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. ചുറ്റമ്പലത്തിനുള്ളിൽ ബാലമുരുകനും ശ്രീകൃഷ്ണനും ശാസ്താവും പ്രത്യേക പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിന് വലതുവശത്ത് പേരാൽ ചുവട്ടിലാണ് നാഗത്തറയും നവഗ്രഹ പ്രതിഷ്ഠയും ഉള്ളത്. കൂടാതെ തെക്കുഭാഗത്ത് നാലമ്പലത്തിന് പുറത്ത് ആങ്കോലത്തറയിൽ മാടസ്വാമി അഥവാ കാവൽമൂർത്തിയും കുടികൊള്ളുന്നു. കിഴക്കുഭാഗത്ത് രക്ഷസിനും പ്രതിഷ്ഠയുണ്ട്. മുഖ്യക്ഷേത്രങ്ങളിൽ കാണുന്ന എല്ലാ ക്ഷേത്രഭാഗങ്ങളും ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമുണ്ട്. നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. സകല കലാദേവതയായ ദേവിയുടെ 9 ഭാവ പൂജകൾ കൊണ്ട് അനന്തപുരിയെ ഭക്തിസാന്ദ്രമാക്കുന്നതാണ് നവരാത്രി കാലം. ഈ പൂജയുമായി ബന്ധപ്പെട്ട് സവിശേഷ സ്ഥാനമുണ്ട് ചെന്തിട്ട ദേവീക്ഷേത്രത്തിന്. ക്ഷേത്രത്തിനുള്ളിൽ തന്നെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു തറ പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്നു. നവരാത്രി ഉത്സവത്തിന് അനുബന്ധിച്ച് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് 3 പൂജാവിഗ്രഹങ്ങൾ അനന്തപുരിയിലെത്തുന്നു. രാജാവിനെയും പ്രജകളെയും അനുഗ്രഹിക്കാനാണ് വിഗ്രഹങ്ങൾ 80 കിലോമീറ്ററോളം കാൽനടയായി അനന്തപുരിയിലെത്തുന്നത്. നൂറ്റാണ്ടുകൾ പിന്നിട്ട ഈ ആത്മീയ സംസ്കൃതി ഇന്നും അനന്തപുരി നിവാസികൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന അനുഷ്ഠാനമാണ്. വേളിമല കുമാരകോവിലിൽ നിന്ന് വെള്ളിക്കുതിരമേൽ വേലായുധസ്വാമി അഥവാ കുമാരസ്വാമി, പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ ആരൂഢമായിരിക്കുന്ന സരസ്വതി ദേവി, ശുചീന്ദ്രത്തെ 300 നങ്ക എന്നീ മൂർത്തികളാണ്
തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളുന്നത്. നവരാത്രി ആഘോഷത്തിന്റെ തുടക്കത്തിൽ അനന്തപുരിയിലെത്തുന്ന 3 വിഗ്രഹങ്ങളിൽ സരസ്വതി ദേവിയെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനു മുന്നിലെ കുതിരമാളിക കൊട്ടാരത്തിലെ മണ്ഡപത്തിലും ശ്രീമുരുകനെ വലിയശാല ദേവീക്ഷേത്രത്തിലും കുടിയിരുത്തും. 300 നങ്ക അഥവാ കുണ്ടണിമങ്ക എന്ന് അനന്തപുരി നിവാസികൾ വിളിക്കുന്ന ദേവിയെ കുടിയിരുത്തുന്നത് ചെന്തിട്ട ദേവീക്ഷേത്രത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ തറയിലാണ്. പറയാതെ അറിയുന്ന പരിഭവങ്ങൾ കൊണ്ട് പകലുകൾ നെയ്യുന്ന തമ്പുരാ. ദിവസവും 3 പൂജ പതിവുള്ള ക്ഷേത്രമാണ് ചെന്തിട്ട ദേവീക്ഷേത്രം. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് ഇവിടെ ഉത്സവം. അഗ്നിക്കാവടിയും എഴുന്നള്ളത്തും വിശേഷപ്പെട്ട ഉത്സവ ചടങ്ങാണ്. ചെന്തിട്ടയിൽ നിന്ന് പുറപ്പെടുന്ന കാവടിക്ക് ആര്യശാല ദേവീക്ഷേത്രത്തിലാണ് അഭിഷേകം നടക്കുന്നത്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ. എല്ലാ ദിവസവും കളമെഴുത്തും മംഗളകുരുതിയും നടത്തുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും ചെന്തിട്ട ദേവീക്ഷേത്രത്തിനുണ്ട്. ദിവസവും കളമെഴുത്തും മംഗളകുരുതിയും നടക്കുന്ന 2 ക്ഷേത്രങ്ങളെ കേരളത്തിലുള്ളൂ. ചെന്തിട്ടയിലും പിന്നെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലുമാണത്. ചെന്തിട്ട ദേവീക്ഷേത്രത്തിൽ കളമിടുന്നത് നാലമ്പലത്തിന് വടക്കിനിയിലാണ്. കിഴക്കുഭാഗത്താണ് കളത്തറ. കുരുതി തർപ്പണം മണ്ഡപത്തിൽ ആചാരവിധിപ്രകാരം നടത്തിവരുന്നു. ധൂളി ചിത്രപ്പാട്ട് എന്ന അപരനാമം കൂടിയുള്ള കളമെഴുത്തുപാട്ട് കേരളത്തിൽ പണ്ടേ പ്രസിദ്ധമായ അനുഷ്ഠാന കലയാണ്. ദാരിക നിഗ്രഹത്തിനായി ജന്മം കൊണ്ട ഭദ്രയെപ്പറ്റിയാണ് പാടുന്നത്. കളവും ഭദ്രയുടേതു തന്നെ.
ദക്ഷിണ തിരുവിതാംകൂറിൽ കളമെഴുത്ത് പാട്ടിന് ചൊല്ലാറുള്ള ഭദ്ര അവതാരം പാട്ടിൽ ചെന്തിട്ട വാഴുന്ന അമ്മയെ പ്രകീർത്തിക്കുന്നുണ്ട്. തന്നെ അഭയം പ്രാപിക്കുന്നവരെയെല്ലാം സന്തുഷ്ടയായ ദേവി അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതാണ് കീർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇക്കാരണത്താൽ ചെന്തിട്ടയിൽ വാഴുന്ന ദേവി ദുഷ്ടനിഗ്രഹത്തിനായി അവതരിച്ച ഭദ്രകാളിയാണെന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത്. ചെന്തിട്ട ഭഗവതി ശ്രീ പാർവതി സങ്കല്പമാണെന്ന് വിശ്വസിക്കുന്ന ഭക്തരും അനവധിയാണ്. പാർവതീ ചൈതന്യം പ്രപഞ്ചത്തിലെ ഓരോ വ്യക്തിയിലും കുണ്ടലിനീ ശക്തി എന്ന ശക്തിഭാവത്തിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നാണ് വിശ്വാസം. ഇപ്രകാരം പ്രപഞ്ചത്തിൽ ജീവൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉദിച്ച ദേവി തന്നെയാണ് ആദി പരാശക്തിയായി ചെന്തിട്ട ദേവീക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ഈ ദേവിയെ വണങ്ങുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ജന്മമുക്തിയും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ. അറിഞ്ഞോ അറിയാതെയോ ആചാരലംഘനമടക്കമുള്ള കർമ്മങ്ങൾ സംഭവിച്ചു പോകാറുണ്ട്. അതിനെല്ലാം കൃത്യമായ പരിഹാരക്രിയകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊരു പൂജയുടെ പരിസമാപ്തിയിലും ഇത്തരം തെറ്റുകൾക്ക് ക്ഷമാപണം നടത്തുന്ന സമ്പ്രദായം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ആചാരവുമായി ബന്ധപ്പെട്ട ഏതൊരു കർമ്മത്തിനും ഇറങ്ങി പുറപ്പെടുമ്പോൾ അറിവുള്ള ഒരു ആചാര്യനെ കണ്ടെത്തി സഹായം തേടുന്നത് നന്നായിരിക്കും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.